ത്രിയേക ദൈവത്തിന് സ്തുതി. എന്നെ സംബന്ധിച്ച് എൻ്റെ ഭദ്രാസനമാണല്ലോ ഈ ഭദ്രാസനം. ഈ ഭദ്രാസനത്തിലെ ഒരു പള്ളിയിൽ ജനിച്ചു വളർന്ന ആളെന്നുള്ള നിലയ്ക്ക് എപ്പോഴൊക്കെ ഈ പ്രദേശത്തുള്ള പരിപാടികൾ പങ്കെടുക്കുന്നത് ഏറെ സന്തോഷകരവും മനസ്സിന് ദൈവത്തെ സ്തുതിപ്പാൻ ഒരവസരം കൂടെയാണ്. അച്ഛന്മാരായിട്ട് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ജീവിതം കൊണ്ട് ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ സാക്ഷിക്കുന്നത് കൊണ്ട് മാതൃകയായി നിൽക്കുന്ന അനേകം പട്ടക്കാർ ഉണ്ട്. അത്തരത്തിൽ ഞാൻ വളരെ ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന ആളാണ് രഞ്ജി വർഗീസ് അച്ഛനെന്ന് ഏറെ വിനയത്തോടെ ഇവിടെ കുറിക്കട്ടെ. ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കേണ്ടതെന്നുള്ളത് അച്ഛൻ നമ്മെ കാണിച്ചു തരുന്നു. അച്ഛനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ സ്ഥലം നമുക്ക് വേണ്ടി ഇപ്രകാരം ഒരുക്കുവാൻ ദീർഘദർശിയെപ്പോലെ കണ്ട സഖറിയാസ് തിരുമേനിയെയും തുടർന്ന് ഈ പ്രദേശത്തെ വളർത്തിയ തിമത്തിയോസ് തിരുമേനിയെയും ഇപ്പോൾ ഇതിന് ഏറ്റവും മനോഹരമായ നേതൃത്വം നൽകുന്ന സഫ്രഗൻ മെത്രാപ്പോലീത്ത കൂർലോസ് തിരുമേനിയെയും ഒക്കെ ഓർക്കുന്നു. നിങ്ങളെല്ലാവരും ഇന്ന് ഒരുക്കത്തോടെ വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. വിവിധ മാധ്യമങ്ങളിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയും, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയും ഉള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ രണ്ട് വേദഭാഗവും നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് വായിക്കാം. ആരെങ്കിലും മാത്രം വായിച്ചാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് രണ്ട് ഭാഗവും നമുക്കെല്ലാവർക്കും ചേർന്ന് ശ്രദ്ധാപൂർവം ഒന്ന് വായിക്കാം. ഒന്നാമത് നമ്മൾ വായിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയും, രണ്ടാമത് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയും ഉള്ള വാക്യങ്ങളാണ്. ആദ്യം മർക്കോസ് 1:40 മുതൽ 45 വരെ നമുക്കെല്ലാവർക്കും ചേർന്ന് ഉച്ചത്തിൽ വായിക്കാം. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കുക എന്ന് പറഞ്ഞു അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ടു വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ്കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് 17-ാം അധ്യായം 11 മുതൽ 19 വരെ. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ
തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണു, അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരൻ ആയിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിനു മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾക്ക് നിൻ്റെ വചനം ധ്യാനിപ്പാൻ, നിൻ്റെ വചനത്തിലൂടെ സഞ്ചരിപ്പാൻ സഹായിക്കണമേ. നിൻ്റെ വചനത്താൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ഭവനങ്ങളിൽ നിന്നും ഇവിടെ ഈ കൂട്ടായ്മ കേന്ദ്രത്തിൽ നിന്നും ഒക്കെ ഞങ്ങൾ നിൻ്റെ വചനത്തിലേക്ക് ചേർന്ന് വരുന്നു. നീ ഞങ്ങളോട് സംസാരിച്ച് നിൻ്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ച് കർത്താവിൻ്റെ ആലോചന തന്ന് ഞങ്ങളെ മടക്കി അയക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പല സ്ഥലങ്ങളിലും ഞാൻ പറയാറുള്ള എൻ്റെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം ഇവിടെയും നടത്തട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വിശുദ്ധ വേദപുസ്തകം എഴുതിപ്പിച്ചത്. 2, നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ദാനം ഉണ്ട്. നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ദാനം ഉണ്ട്. നാം പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കും വചനത്തിനും മധ്യേ മധ്യസ്ഥത അണയ്ക്കുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ശ്രദ്ധയോടെ വചനം നിങ്ങൾ ധ്യാനിച്ചാൽ തീർച്ചയായും വചനം നമ്മളിൽ ക്രിയ ചെയ്യും. ദീർഘവർഷങ്ങളായി എനിക്ക് പരിചയമുള്ള അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ, ആദരവോടെ, നന്ദിയോടെ ഓർക്കുന്നു. നാം ഒരു നോമ്പ് കാലത്തൂടെയാണ് കടന്നു പോകുന്നത്. സഭയ്ക്ക് 5 നോമ്പ് കാലങ്ങളാണുള്ളത് എന്ന് നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട നോമ്പ് കാലമാണ് വലിയ നോമ്പിൻ്റെ കാലം. ഈ വലിയ നോമ്പ് കാലം ആരംഭിക്കുന്നത് ഇന്ന് അച്ഛൻ പറഞ്ഞ കാനാവിലെ കല്യാണ വിരുന്നോടുകൂടെ ആണ്. എന്തിനാണ് ഒരു വിരുന്നോടുകൂടെ, ഒരു കല്യാണത്തോടുകൂടെ ഒരു നോമ്പ് ആരംഭിക്കുന്നത്? ഒരാൾ പറഞ്ഞു വാങ്ങിച്ച ഭക്ഷണം ഒക്കെ ഒന്ന്, ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫ്രിഡ്ജിനകത്തിരിക്കുന്ന കോഴിയെല്ലാം അങ്ങ് തീർത്തേച്ചങ്ങ് തുടങ്ങും. അങ്ങനല്ല. നമ്മൾ പറയുകയാണ്, ഭൗതിക ഭക്ഷണത്തേക്കാൾ ആത്മീക ഭക്ഷണം വിലയുള്ളതും ആഴമുള്ളതും എന്നറിഞ്ഞ് സ്വർഗീയ വിരുന്നിൽ ചേർന്നതിനാൽ ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ തുടങ്ങുകയാണ്. അവസാനിക്കുന്നത് ഹോസന്നയിൽ അല്ലേ? അവസാനം ഏറ്റവും കുരിശിലാണ്, ഉയർപ്പിലാണ്. അങ്ങനെ 7 ആഴ്ചകൾ. 7 ആഴ്ചയിലായിട്ട് 5 സൗഖ്യങ്ങളുണ്ട്. ശരിയാണോ? 5 സൗഖ്യങ്ങൾ. ഒന്നാമത്തെ സൗഖ്യം കുഷ്ഠരോഗി. രണ്ടാമത്തെ സൗഖ്യം തളർവാദ രോഗി. മൂന്നാമത്തെ സൗഖ്യം കനാന്യ സ്ത്രീ, പുറജാതി സ്ത്രീ. നാലാമത്തെ സൗഖ്യം കൂനിയായ സ്ത്രീ. 5-ാമത്തെ സൗഖ്യം ഭർത്തിമായി അല്ലേ? അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറയാം. നമ്മൾ രാവിലെ തൊട്ട് ഇരിക്കുവായതുകൊണ്ടും ഡയബറ്റിക്കൊക്കെ ഉള്ളതുകൊണ്ടും ചൂട് കൂടുതലായതുകൊണ്ടും ഉറങ്ങിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് പറയാം. ഇത് ഒന്നാമത്തെ സൗഖ്യം കുഷ്ഠരോഗി, രണ്ടാമത്തേത് തളർവാദ രോഗി, മൂന്നാമത്തേത് കനാന്യ സ്ത്രീ, നാലാമത്തേത് കൂനിയായ സ്ത്രീ, 5-ാമത്തേത് ഭർത്തിമായി. 5 സൗഖ്യങ്ങൾ. യേശു യാത്ര ചെയ്യുന്നിടത്തൂടെ 5 സൗഖ്യങ്ങൾ കൊടുക്കുന്നു. ഈ 5 സൗഖ്യങ്ങൾ അല്ലേ, 5 സൗഖ്യങ്ങൾ എന്തിനാണ് കുരിശിലേക്കുള്ള വഴിയിൽ ഇത്രയും സൗഖ്യങ്ങൾ പറയുന്നത്? നമുക്കറിയാം, ഹാശ ആഴ്ചയിൽ നാം ഓരോ ദിവസവും ചെന്ന് ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ നല്ല വെള്ളിയാഴ്ച, വലിയ വെള്ളിയാഴ്ചയാണ് ഏറ്റവും പ്രധാനം അല്ലേ? അന്ന് കർത്താവിൻ്റെ മരണം, നമുക്ക് വേണ്ടിയുള്ള പീഡാനുഭവം, നമുക്ക് വേണ്ടി താൻ ബലിയായി തീർന്നത് ഓർക്കുന്ന ദിവസം.
പിന്നെ നമ്മൾ ഉയർപ്പ്. അങ്ങനെയുള്ള യാത്രയിൽ എന്തിനാണ് ഈ 5 സൗഖ്യങ്ങൾ രേഖപ്പെടുത്തുന്നത്? എന്തിനായിരിക്കാം? ആദിമസഭയുടെ വിശ്വാസമനുസരിച്ച് പാപം ഒരു രോഗാവസ്ഥയാണ്. പാപം ഒരു രോഗാവസ്ഥയാണ്. നമ്മുടെ അടിസ്ഥാന സ്വഭാവം പാപമല്ല, നമ്മളൊക്കെ നല്ലവരാണ്. ശരിയല്ലേ? ശരിയാണോ? നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി നല്ലവരാ. സത്യമല്ലേ? അതുകൊണ്ടാണ് ഈ നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരടിയുണ്ടാവും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇറങ്ങുമ്പോൾ വഴക്ക്. നല്ല മനുഷ്യരാണ് ബേസിക്കലി നമ്മളൊക്കെ. ആരെങ്കിലും പള്ളിയിൽ വരുന്ന ഉറങ്ങാൻ വേണ്ടിയാണോ? വന്നിരുന്ന് വരുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവാണ്. നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി സ്വന്തക്കാരുടെയൊക്കെ വീട്ടിലൊന്ന് പോകാൻ തീരുമാനിക്കും. തിരിച്ച് ചിലപ്പോൾ അങ്ങനെ വരണമെന്ന്. ബേസിക്കലി നമ്മൾ നല്ലവരാണ്. എന്നാൽ ഈ നല്ലവരായ നമ്മളിൽ വിവിധ കാരണങ്ങളാൽ വരുന്ന രോഗാവസ്ഥയാണ് പാപമെന്ന് പറയുന്നത്. അഥവാ പാപമൊരു രോഗാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ രക്ഷയെന്നാൽ സൗഖ്യമാണ്. രക്ഷയെന്നാൽ സൗഖ്യമാണ്. Sin is a sickness, or sin is a type of sickness. Therefore, salvation is healing. സൗഖ്യം രക്ഷയാണ്. അപ്പോൾ വൈദ്യൻ ആരാണ്? കർത്താവായ യേശുക്രിസ്തു. വൈദ്യൻ കർത്താവായ യേശുക്രിസ്തു. നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ മരുന്നിൻ്റെ കുറിപ്പടിയാണ് വേദപുസ്തകം. ചികിത്സാക്രമമാണ് കൂദാശകൾ. ചിലർ വൈദ്യനെ കാണും, മരുന്നിൻ്റെ കുറിപ്പടിയും വാങ്ങിക്കും, എന്തോ ചെയ്യത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? വൈദ്യൻ മോശമായതുകൊണ്ടല്ല ചികിത്സ ഏൽക്കാത്തത്, പിന്നെ ആരുടെ കുഴപ്പം കൂടാണ്? ശരിയല്ലേ? ഈ കൊച്ചിലെയൊക്കെ ഈ കഷായം, എന്തെങ്കിലും പനിക്കൊക്കെ കഷായം തരുമ്പം അതിൽ പകുതി കുടിക്കും, പകുതി അങ്ങ് മിടുക്ക. ഞാൻ ആവർത്തിക്കട്ടെ. പാപം എന്ന രോഗാവസ്ഥയ്ക്ക് രക്ഷ എന്ന സൗഖ്യം തരുന്ന രക്ഷകനായ വൈദ്യനായ ക്രിസ്തുവിനെ പറയാൻ വേണ്ടിയാണ് ഈ 5 സൗഖ്യങ്ങൾ. യേശുവിന് 5 മുറിവുകളുണ്ട് അല്ലേ? ഓർക്കുന്നുണ്ടോ? യേശുവിന് 5 മുറിവുകൾ. അതുകൊണ്ടാണ് പഞ്ചകായങ്ങൾ വഴിയായി എന്ന പാട്ട് നമുക്കുള്ളത്. 5 മുറിവുകൾ, സൗഖ്യം വഴിഞ്ഞൊഴുകുന്ന 5 മുറിവുകൾ. ഈ മുറിവുകളെ ധ്യാനിക്കുന്ന പാരമ്പര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആ സൗഖ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഖ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഒന്നാമത്തെ സൗഖ്യം കുഷ്ഠരോഗിക്ക് നൽകുന്നതായ സൗഖ്യം. ഇത് പല സഭകളും അവരുടെ ആരാധനക്രമത്തിൽ ഒരു പ്രാർത്ഥനയായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മാരനൈറ്റ് ലിറ്റർജി എന്ന പേരിൽ ഒരു ലിറ്റർജിയുണ്ട്. ആരാധനക്രമത്തിൽ ഇങ്ങനെ പറയുകയാണ്: ഗുഡ് ഫിസിഷ്യൻ, willed to heal the leprosy of the leper with your voice. We desire that you be our physician who heals and forgive our sins. നല്ല വൈദ്യനെ, നീ നിൻ്റെ ശബ്ദത്താൽ കുഷ്ഠരോഗിയുടെ കുഷ്ഠം ഭേദമാക്കുവാൻ മനസ്സുണ്ടായതുപോലെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നീ ഞങ്ങളുടെ സൗഖ്യദാതാവായിരുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ സൗഖ്യമാക്കണമേ. സേവേറിയസ് ഓഫ് ആൻറ്റിയോക്ക് എന്ന പേരിൽ ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹം ഇങ്ങനെ എഴുതി: വി ആർ ഓൾ ലെപ്പേഴ്സ് ആൻഡ് ഇൻ നീഡ് ഓഫ് ഹീലിംഗ്. നാം എല്ലാവരും കുഷ്ഠരോഗികളാണ്, നമുക്ക് എല്ലാവർക്കും സൗഖ്യം ആവശ്യമുണ്ട്. ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കാം, ഓരോ വിഷയങ്ങളിൽ നിന്നായിരിക്കാം, ഓരോ അനുഭവങ്ങളിൽ നിന്നായിരിക്കാം. അതുകൊണ്ട് കർത്താവിൻ്റെ സൗഖ്യത്തിലേക്ക് നാം അടുത്ത് വരികയാണ്. ജീവിതത്തിൽ ഓരോരുത്തരും കടന്നു പോകുന്ന അനുഭവങ്ങൾ ഓരോന്നാണ് അല്ലേ? മുമ്പേ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും വലിയ മനപ്രയാസം, നമ്മുടെ മനപ്രയാസത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, മറ്റുള്ളവർ സമാധാനമായി ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ക്ഷമിക്കണം, പകുതി പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ളത് നിങ്ങളെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമുക്കറിയാവുന്ന ഒരു കൊച്ചിന് നല്ല മാർക്ക് അന്നേരമാണല്ലോ.
ശരിയല്ലേ? നമുക്ക് ഇത്രയും സൗകര്യം പോരാ. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നിങ്ങൾ വീട്ടിൽ പോയി എഴുതി നോക്കൂ. ഒരു പേന എടുക്കണേ, നമ്മുടെ മനപ്രയാസങ്ങൾ ഒരു പേന എടുത്ത് എഴുതി നോക്കിയാൽ ഇത് പകുതിയിലധികവും എവിടെ നിന്നുണ്ടായതാ? മുകളിലേക്ക് നോക്കിയാൽ പ്രകാശിക്കും, അങ്ങോട്ട് നോക്കിയാൽ ഡൗൺ ആയിപ്പോവും. ഓക്കെ, നമുക്കെല്ലാവർക്കും സൗഖ്യം ആവശ്യമുണ്ട്. ഈ സൗഖ്യത്തിന് ഇവിടെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, യേശുവിനെക്കുറിച്ച് 5 കാര്യങ്ങൾ, ഈ കുഷ്ഠരോഗിയെക്കുറിച്ച് 5 കാര്യങ്ങൾ. ഇത്രയുമാണ് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ വേദഭാഗം വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കണം. ഒന്ന്, യേശു തേടിയെത്തുന്ന യേശുവാണ്. യേശു തേടിയെത്തുന്ന യേശുവാണ്. എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്ന, മറഞ്ഞിരിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ കുഷ്ഠരോഗികൾ. ലേവ്യ പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴറിയാം, അവർക്ക് പൊതുജന മധ്യത്തിലേക്ക് വരാനായിട്ട് അനുവാദമില്ല. അങ്ങനെ മാറി നിൽക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന, തള്ളപ്പെട്ടവരെന്ന് സ്വയം ഏറ്റുപറയുന്ന, അവർ വലിയൊരു ബോർഡൊക്കെ വിളിച്ചുകൊണ്ട് നടക്കണമെന്നാണ് പറയുന്നത്. അവർ പറയണം, ഞങ്ങൾ അശുദ്ധരാണെന്ന് പിടിച്ചുകൊണ്ട് വേണം നടക്കാൻ. അങ്ങനെ അനുഭവിച്ചവരാണ്. അവരെ തേടി ചെല്ലുന്ന ഒരു ദൈവമാണ് വേദപുസ്തകത്തിലെ ദൈവം. യേശു കർത്താവ് തേടിയെത്തുന്ന കർത്താവാണ്. തള്ളിക്കളഞ്ഞവരെ, തള്ളപ്പെട്ടവരെ തേടിയെത്തുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരു വീടോ ഒരു വ്യക്തിയോ ഒരാളെയും തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. മനുഷ്യൻ പോലെ പലപ്പോഴും അങ്ങനെ കേട്ടോ, നമ്മുടെ കണ്ണിനങ്ങ് നമ്മൾ വിധിക്കും ഓരോരുത്തരെയും. ശരിയല്ലേ? ശരിയാണോ? ശരിയല്ലേ? വിധിക്കല്ലെന്നും വല്ലവൻ്റെയും കാര്യത്തിൽ ഇടപെടലെന്നും മോത്തിയച്ചൻ പറഞ്ഞ് ഇപ്പോൾ 75 ലക്ഷം പേരെങ്ങാണ്ട് കണ്ടു കഴിഞ്ഞു. അല്ല, പള്ളിയിൽ പോകും വല്ലവൻ്റെയും കാര്യത്തിൽ ഇങ്ങനെ കുത്തി ചോദിക്കല്ലെന്ന് പറഞ്ഞ ഒറ്റ പ്രസംഗം 75 ലക്ഷം പേരാണ് കണ്ടത്. കാരണം അത്രയും ആൾക്കാർക്ക് ആ വിഷയം മനസ്സിലൊരു വിഷയമായിരുന്നു. ഇതുവരെ ആരും അങ്ങനെ എനിക്കൊന്നും അത്രയും പറയാൻ ധൈര്യമില്ല. അച്ഛനങ്ങ് പറഞ്ഞുകൊണ്ട് 75 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ ഈ തള്ളപ്പെട്ടവരെ കൂടുതൽ ഉന്തൂടങ്ങ് വെച്ച് കൊടുക്കും. ഒരു 3-4 മാസം പള്ളി വരാതിരുന്ന ഒരാൾ പെട്ടെന്ന് പള്ളി വന്നാൽ നമ്മൾ എന്തോ ചെയ്യും? അവരോട് ചോദിക്കും, എന്നാ പറ്റിയെന്ന്. ആണോ? ഞാനൊരു പള്ളിയിലിരിക്കുമ്പോൾ അവിടെ അങ്ങനെ ആരാധനയ്ക്കൊന്നും വരാത്ത ഒരാൾ ഇത്തിരി വർഷങ്ങളായി വന്നിട്ട്, അപ്പോൾ അദ്ദേഹത്തിന് പള്ളി വരണമെന്ന് തോന്നി. അദ്ദേഹം വന്നു. പള്ളി ആരാധന കഴിഞ്ഞ് കുർബാന ആശീർവാദം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് വലിയ വിഷമമായി. ചെറിയ പള്ളി ആയതുകൊണ്ട് ഞാനെന്നാ വൈകിട്ട് ആ വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞു, സാറെ കണ്ടില്ലല്ലോ. എൻ്റെ അച്ഛൻ കിഴക്കോട്ട് തിരിയുമ്പോൾ ഈ ജനമെല്ലാം പടിഞ്ഞാറോട്ടിങ്ങ് തിരിയും. അങ്ങനെ തള്ളിക്കളഞ്ഞവനെ തേടി ചെല്ലുന്നൊരു കർത്താവ് ഉണ്ട്. ഇന്ന് ഈ ആലയത്തിൽ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, നിന്നെ തേടിയെത്തുന്ന ഒരു കർത്താവ് ഉണ്ട്. ഈ പ്രോഗ്രാം, ഈ യാത്ര സ്പെഷ്യലായിട്ട് ഇവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുകയാണ്. ദൈവത്തിന് ആക്സിഡൻസ് ഇല്ല കേട്ടോ. ബൈ ചാൻസ് ദൈവം അതുവഴി പോകത്തില്ല, അല്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ 2 വാക്കുകളില്ല. ഒന്ന് ആക്സിഡൻ്റലും കോയിൻസിഡൻ്റലും ഇല്ല. നമുക്ക് ഗോഡ് ഇൻസിഡൻറ്റ് മാത്രമേ ഉള്ളൂ. We don't have any accidents or coincidence. We only have God incidents. ദൈവം പറയാതെ, ദൈവം അറിയാതെ ഒന്നും ഭവിക്കുകയില്ല. അവനൊരു പദ്ധതിയോടുകൂടെ മാത്രമാണ് അങ്ങനെ യാത്ര ചെയ്തത്. ഒന്ന്, യേശു തേടിയെത്തുന്ന യേശുവാണ്. രണ്ടാമതായി ഈ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ പ്രത്യേകത, യേശു മനസ്സലിയുന്ന ദൈവമാണ്. അവന് മനസ്സലിയുന്ന കർത്താവാണ്. എന്താണ് ഈ മനസ്സലിവ്? മനസ്സലിവ് എന്ന വാക്കിൻ്റെ അർത്ഥം മൂലഭാഷയിൽ കൊടുക്കുന്നത് കരുണ, ആർദ്രത എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും
കരുണയും. ഈ കരുണ എന്ന വാക്ക് റഹം എന്നാണ്. റഹം എന്ന വാക്ക് ഗർഭസ്ഥാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിനോട് അമ്മയ്ക്ക് തോന്നുന്ന വാത്സല്യത്തെ കുറിക്കുന്ന വാക്കാണ്. യേശുവിന് നമ്മളോട് മനസ്സലിവുണ്ട്. അവൻ മനസ്സലിയുന്ന ദൈവമാണ്. നമ്മുടെ അവസ്ഥയെ യേശുവിന് അറിയാം. അവന് നമ്മളോട് മനസ്സലിവുണ്ട്. അവൻ തേടിയെത്തുകയും അവൻ മനസ്സലിയുകയും ചെയ്യുന്ന ദൈവമാണ്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, ഈ നമ്മുടെ പിള്ളേർ നമ്മൾ പറയുന്നത് അനുസരിച്ചില്ലേ നമുക്കെന്തുവാ വരുന്നത്? കേൾക്കത്തില്ല. നിങ്ങൾ ഉറങ്ങിയില്ലെന്ന് നിങ്ങൾക്കും എനിക്കും ബോധ്യമാകേണ്ടതിനൊന്ന് പറഞ്ഞാട്ടെ. ദേഷ്യം. ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ്റെ മക്കളായ നമ്മൾ അവനെ അനുസരിച്ചില്ലെങ്കിൽ അവന് തോന്നുകയാണ്, അയ്യോ ഭാവം, ഈ പിള്ളേർക്ക് ഇത്ര മാത്രമേ പറ്റുന്നുള്ളല്ലോ. അല്ല, നമ്മുടെ കയ്യിലിരിപ്പ് വെച്ച് നോക്കിയ ദൈവത്തിൻ്റെ മനസ്സലിവ് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? ദൈവത്തിൻ്റെ മനസ്സലിവ് മാത്രമാണ് ഞാനും നിങ്ങളും ആയുസ്സോടെ ആരോഗ്യത്തോടെ ശേഷിച്ചിരിക്കാൻ ഒറ്റ കാര്യമാണ്. ദൈവത്തിൻ്റെ എന്തോ മനസ്സലിവ്, ദൈവത്തിൻ്റെ എന്തോ കരുണ. ഈ മനസ്സലിവില്ലാതാകുമ്പോഴാണ് സമൂഹം അപകടത്തിൽ പോകുന്നത്. ഞാനൊരു 15 വർഷമായി ചില പത്രങ്ങളിലെ ഫോട്ടോകളെ ഡേഞ്ചറസ് ആയിട്ട് കാണുമായിരുന്നു. ഒരു 15 വർഷം മുമ്പ് കേരളത്തിലൊരു കൊലപാതകം നടന്നിട്ട് അതിൻ്റെ പ്രതികളെ കൊണ്ടുവരുമ്പോൾ അവർ മുഖം മറയ്ക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവരെല്ലാം ഇങ്ങനെ മുഖം മറച്ച് പോകുന്നൊരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ അതങ്ങ് മാറി. ആ കാലം അങ്ങ് മാറി. എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നില്ല. അത്രയ്ക്ക് ഭിന്നിച്ചു പോയി സമൂഹം. യേശുവിൻ്റെ മനസ്സലിവാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് നിദാനം. എന്നോടും നിങ്ങളോടും മനസ്സലിയുന്ന ഒരു ദൈവം ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏതൊരാളോടും പറയട്ടെ, നമ്മൾ കഠിന മാനസരാണ്, എന്നാൽ ദൈവം അങ്ങനെ അല്ല. ദൈവത്തിൻ്റെ മനസ്സലിവ്. മൂന്നാമതായി, യേശു അവനെ സ്പർശിക്കുന്നു. യേശു അവനെ തൊട്ടു. യേശുവിൻ്റെ സ്പർശനം അവന് ശുദ്ധി നൽകി. സാധാരണ കുഷ്ഠരോഗിയെ തൊട്ടയാൾ എന്തുവായിത്തീരും? അശുദ്ധനായിത്തീരും. ഇത് മഹാപുരോഹിതനായ, ലോകത്തിൻ്റെ പുരോഹിതനായ, ശ്രേഷ്ഠ വൈദ്യനായ ക്രിസ്തു തൊട്ടതിനാൽ അവന് ശുദ്ധി വരും. എന്നെയും നിങ്ങളെയും തേടിയെത്തുന്ന ദൈവമാണവൻ. എന്നെയും നിങ്ങളുടെയും തേടിയെത്തുക മാത്രമല്ല, എന്നെയും നിങ്ങളെയും മനസ്സലിവോടെ കാണുന്ന ദൈവമാണവൻ. എന്നെയും നിങ്ങളെയും സ്പർശിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു. അവൻ എന്നെയും നിങ്ങളെയും സ്പർശിച്ചാൽ ആ സ്പർശനം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സൗഖ്യവും പുതിയൊരു ബലവും പുതിയൊരു വിടുതലും പുതിയൊരാശ്വാസവും പുതിയൊരു ധൈര്യവും നമുക്ക് തരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, നമ്മൾ അവൻ്റെ സ്പർശനം അനുഭവിക്കണം. നമുക്ക് വളരെ പരിചയമുള്ള, നമ്മളെ കൊച്ചിലെ പഠിപ്പിച്ച ആശാട്ടി, അല്ലെങ്കിൽ നമ്മളുടെ വീടിനടുത്തുണ്ടായിരുന്ന ഒരാൾ, അല്ലെ ചെറുപ്പത്തിൽ മുതലേ നമ്മളെ അറിയാവുന്ന ഒരാൾ നമ്മളെ കാണുമ്പോൾ അവർ നമ്മുടെ കയ്യിലോട്ട് പിടിക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ? ഇല്ലേ? അതൊരു വലിയ സന്തോഷമാണ്. അതിനേക്കാൾ എത്രയോ 1000 മടങ്ങാണ് നമ്മളെ നിർമ്മിച്ചവൻ, നമ്മളെ മെനഞ്ഞവൻ, നമ്മളെ ഉണ്ടാക്കിയവൻ, അവൻ നിങ്ങളെ സ്പർശിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വലിയൊരു വിടുതൽ ഉണ്ട്. അവൻ്റെ സ്പർശനം അനുഭവിക്കണം. ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ നമ്മളെ ഒന്ന് തൊട്ട് പരിശോധിക്കും. ശരിയല്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഒരു അമ്മച്ചി ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ആ ഡോക്ടർ സ്റ്റെത്ത് കൊണ്ട് നോക്കി, പിന്നെ ടെസ്റ്റിനൊക്കെ വിട്ടു. അമ്മച്ചി തിരിച്ചു വന്നു പറഞ്ഞു, ഒരു ഗുണവും ഉള്ള ഡോക്ടറല്ലെന്ന്. ഞാൻ ചായന അങ്ങനെ ഒരു ഗുണവും ഇല്ലെന്ന് പറഞ്ഞു. ഓ, എൻ്റെ കയ്യേലൊന്നും പിടിച്ചില്ല, എൻ്റെ തലയിലൊന്നും കൊട്ടിയൊന്നും ഇല്ല. അപ്പം ഞങ്ങളുടെ നാട്ടിൽ പഴയ ഒരു ഡോക്ടറുണ്ടായിരുന്നു. പുള്ളി ചെന്നാൽ ഉടനെ ഈ കയ്യേലൊന്ന് പിടിക്കും. പിടിച്ച് ആ കൂട്ടത്തിൽ അമ്മച്ചിയുടെ കയ്യേലൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തു, പോട്ടെ സാരമില്ല. ഈ ഡോക്ടറിൻ്റെ ടച്ചിന് അത്രയും ഹീലിംഗ് ഉണ്ടെങ്കിൽ
പരമവൈദ്യനായ ക്രിസ്തു നിന്നെ സ്പർശിച്ചാൽ വലിയ വിടുതൽ, വലിയ ആശ്വാസം ഉണ്ടാകും. നാലാമതായി യേശു ചെയ്യുന്നു, യേശു അവനെ അമർച്ചയായി ശാസിക്കും. ചില ക്രമങ്ങൾ ഉണ്ട്. ചില ക്രമങ്ങൾക്കനുസരിച്ച് മാത്രമേ സൗഖ്യം കിട്ടിയവന് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. യേശു അവനെ അമർച്ചയായി ശാസിക്കുന്നു. യേശു ചില ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്നു. ചില ഗൈഡൻസുകൾ ഉണ്ട്. മനുഷ്യന് എപ്പോഴും ഇഷ്ടം ഈ ബൗണ്ടറി ഇല്ലാതെ ജീവിക്കുന്നതാണല്ലോ, അല്ലേ? മനുഷ്യന് ഭയങ്കര പാടാണ് ഒരു ബൗണ്ടറി വെക്കുന്നത്. മനുഷ്യർക്ക് വലിയ പാടാണ്. നല്ല ടീച്ചേഴ്സ് ആരാണ്? വഴക്ക് പറയാത്ത ടീച്ചറാണെങ്കിൽ നല്ല ടീച്ചറാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഒരു ടീച്ചറുണ്ടായിരുന്നു. നല്ല ചിരിയൊക്കെ, എപ്പോഴും നല്ല സന്തോഷമാണ്. അങ്ങനെ വലുതായിട്ട് വഴക്ക് പറയത്തില്ല. നമുക്ക് ആ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ചില ടീച്ചേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നേ. അവർക്ക് ഭയങ്കര നിർബന്ധമാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ മാത്രം ചെയ്യണം. പക്ഷെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്ട്രിക്റ്റായ ടീച്ചേഴ്സ് നമ്മൾ ആകാൻ പോകുന്ന അപകടത്തെ കണ്ടിട്ട് ചില ശാസനകൾ തന്നു. ശരിയാണോ? ഞങ്ങൾ പണ്ട് പള്ളിയിൽ ആരാധനയ്ക്ക് പോയപ്പം ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഈ ആദ്യമൊക്കെ സ്പോൺസറിങ് കൊടുക്കുന്ന കാലത്ത് പേരൊക്കെ എഴുതി വെക്കുമായിരുന്നു ഫാനയിൽ. ഇപ്പം നമ്മുടെ പൊണ്ണക്കാർ ഒരു ഇച്ചിരി കുറഞ്ഞതുകൊണ്ട് സത്യമായിട്ടും നിങ്ങൾ ആരും അബദ്ധത്തിൽ പോലും പറയരുത്, അയ്യോ പുതിയ തലമുറയെല്ലാം മോശമാണെന്നേ. അങ്ങനെ ചാടിക്കയറി പറയരുത്. പുതിയ തലമുറയിലും മോശമുണ്ട്, പഴയ തലമുറയിലും. ഒന്ന് പറഞ്ഞേ. പറയാച്ചിരി പാടാ. ഡൽഹിയിൽ നമ്മുടെ ഒരു പള്ളിയിൽ, ആ പള്ളി മൊത്തം AC ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ വികാരി അച്ഛൻ വിളിച്ച് പറഞ്ഞു, നമുക്കൊരു 30 ലക്ഷം രൂപ വേണം AC ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിനാരെങ്കിലും ഒന്ന് സഹായിക്കണം. അപ്പോൾ അച്ഛനോട് ആരാധന കഴിഞ്ഞ ഒരാളെന്ന് പറഞ്ഞു, അച്ഛൻ ഇനി ആരോടും ചോദിക്കണ്ട, ഞാനങ്ങ് തന്നേക്കാം. ഒരു കണ്ടീഷനേ ഉള്ളൂ, ഒരു കാരണവശാലും പള്ളിയിൽ അനൗൺസ് ചെയ്യരുത്. നമ്മൾ പറഞ്ഞപ്പോൾ ഇനിഷ്യൽ മാറിപ്പോയെന്ന് പറഞ്ഞ് കാവടി ആടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, ക്ഷമിക്കണം. വലിയവനായ ദൈവം കരുണയുണ്ടാക്കി അളവില്ലാതെ തന്നപ്പോൾ അതിൻ്റെ അറ്റത്തെങ്ങാണ്ട് കൊടുത്ത ഒരെണ്ണം പള്ളി കൊണ്ട് വെച്ചേച്ച് പള്ളിയേക്കാൾ കൂടുതൽ നിനക്ക് മഹത്വം കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് പാപമാണ്, അത് ശാപമാണ്. നിന്നെ ആരാധിക്കാനല്ല നീ പള്ളി പോകുന്നത്, ദൈവത്തെ ആരാധിക്കണം. വളരെ സൂക്ഷിക്കണം. ആരാധന സ്വയം ആരാധനയായി മാറും. വളരെ സൂക്ഷിക്കണം. ദൈവാരാധനയ്ക്ക് മാത്രമായിരിക്കണം പള്ളിയിൽ പോകുന്നത്. കഴിവോ സാമർഥ്യമോ പങ്കാളിത്തമോ നേതൃത്വമോ അല്ല ആരാധിക്കപ്പെടേണ്ടത്. ദൈവത്തെ മാത്രമായിരിക്കണം ഉയർത്തപ്പെടേണ്ടത്. ചില ശാസനകൾ യേശു കൊടുക്കുന്നുണ്ട്, അല്ലേ? ഈ ശാസന അനുസരിക്കാൻ വലിയ പാടാണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ മനുഷ്യൻ്റെ പ്രത്യേകത. വളരെ രസകരമാണ് ഈ മനുഷ്യൻ. നോക്കുക 40-ാമത്തെ വാക്യം. കുഷ്ഠരോഗിയുടെ ആയുസ് മുഴുവൻ അവൻ കേൾക്കുന്നത് എന്താണെന്നറിയാമോ? നാട്ടുകാർ പറയും, അടുത്തുള്ളവരും ഒക്കെ പറയും, നീ അശുദ്ധൻ ആണ്. അപ്പോൾ എല്ലാവരും എന്നോട് എല്ലാ ദിവസവും പറയുകയാണ്, നീ അശുദ്ധനാണ്. എന്നാൽ ഈ കുഷ്ഠരോഗിക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും പറഞ്ഞതുപോലെയല്ല, അവന് യേശുവിൽ ഒരു വിശ്വാസം ഉണ്ട്. എല്ലാവരും പറയുന്നത് പോലെയല്ല, യേശുവിൽ ഒരു വിശ്വാസം ഉണ്ട്. എന്നെ പൊതുവെ ധരിക്കുന്നത് പോലെയല്ല, മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല, എൻ്റെ കർത്താവ് എന്നെ പുതുക്കുവാൻ മതിയായവൻ. യേശുവിലുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. ജീവിതം മാറണമെങ്കിൽ എന്തോ ചെയ്യണമെന്നറിയാമോ? ദൈവത്തിൽ വിശ്വസിക്കണം. അവൻ്റെ അമിത ബലത്തിൽ വിശ്വസിക്കണം. നമ്മൾ പലപ്പോഴും നോക്കുന്നതും ആശ്രയിക്കുന്നതും കാത്തിരിക്കുന്നതും മക്കളെ ആയിരിക്കാം, വീട്ടുകാരെ ആയിരിക്കാം, അതൊക്കെ വരാം, ഒക്കെ സംഭവിക്കാം. പക്ഷേ അടിസ്ഥാനപരമായി ദൈവത്തിൽ ആണ്, ദൈവം ഇടപെടുമെന്നും മറ്റുള്ളവർ പറയുന്ന പോലെ അല്ലെന്നും ഉറച്ച്
വിശ്വസിക്കണം. കുഷ്ഠരോഗിയോട് എല്ലാ ദിവസവും നീ ശരിയാവത്തില്ലെന്ന് പറഞ്ഞിടത്താണ്. നമുക്കറിയാം, ഈ ഒരു സ്കൂളിൽ നിന്ന് ഒരു കൊച്ചിനെ പറഞ്ഞു വിട്ടപ്പോൾ ആ കൊച്ച് തീരെ മണ്ടനാണെന്നും ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ കൊള്ളത്തില്ലെന്നും ഒരു കത്ത് കൊടുത്തു. ഈ കൊച്ചിൻ്റെ അമ്മ വലിയൊരു വിശ്വാസിയായിരുന്നുകൊണ്ട് ഈ കത്ത് കൊച്ചിനെ കാണിച്ചില്ല. കൊച്ചിൻ്റെ അമ്മയോട് കൊച്ചു ചോദിച്ചു, എന്തു അവിടെ നിന്ന് എഴുതി തന്നത്? നീ ഒരു സ്പെഷ്യൽ കുട്ടിയാണെന്നും നിന്നെ പഠിപ്പിക്കത്തക്ക തരത്തിൽ ഈ സ്കൂൾ വലുതല്ലെന്നും അവർ പറഞ്ഞു. എന്നിട്ട് ഈ സ്ത്രീ വന്നിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥനയോടുകൂടെ ഈ കുഞ്ഞിനെ പഠിപ്പിച്ചു. അതാണ് തോമസ് ആൽവാ എഡിസൺ. എല്ലാവരും നിന്നെ അശുദ്ധ എന്ന് പറയുമ്പോഴും യേശു എൻ്റെ ജീവിതം മാറ്റുമെന്ന ഉറപ്പ്. ജീവിതത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ഒന്ന് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ജീവിതം സൗഖ്യമാകണമെങ്കിൽ, ഭവനം സൗഖ്യമാകണമെങ്കിൽ, ജീവിതക്രമം സൗഖ്യമാകണമെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ആദ്യം വേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസം. 2, അവൻ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. നീലിംഗ് ഈസ് പാർട്ട് ഓഫ് ഹീലിംഗ്. കുമ്പിടുന്ന സമയമാണല്ലോ ഈ നോമ്പുകാലം, അല്ലേ? നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച ഏറ്റവും സന്തോഷമാണ്. പ്രായമായ പലർക്കും വിഷമമാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ചോ പഴയ പോലെ കുമ്പിടാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, ആയ കാലത്ത് നല്ലവണ്ണം കുമ്പിട്ടിട്ടുണ്ടല്ലോ. കുമ്പിടലിൻ്റെ ഒരു കാലമാണ്. മുട്ടുകുത്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മുട്ടുകുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലേ? മുട്ടുകുത്തുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. അവൻ പറയുകയാണ്, നീ രാജാവാണ്, നീ മഹത്വപ്രഭുവാണ്, ഞാൻ നിൻ്റെ ദാസനാണ്. കർത്താവായ യേശുവിനെ രാജാതിരാജാവും കർത്താവും നാഥനുമായി ഏറ്റെടുക്കുകയും ഞാൻ നിൻ്റെ ദാസനാണെന്ന് സമ്മതിക്കുകയും ചെയ്യുമ്പോഴാണ് സൗഖ്യം ഉണ്ടാവുന്നത്. ഞാൻ കുറേ നാൾ മുമ്പേ ഒരു VBS നടത്താൻ പോയി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ VBS ആയിരുന്നു. ആ VBS എങ്ങനെയൊക്കെയോ ദൈവം അങ്ങ് നടത്തി. അപ്പോൾ VBS കഴിയുമ്പം ഡയറക്ടറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ടീച്ചേഴ്സിനല്ല. അപ്പോൾ അവരിങ്ങനെ നല്ലായിരുന്നു. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഏകദേശം 30 വർഷം മുമ്പത്തെ കഥയാണേ. 95 കുറ്റപ്പുഴ എരുസലേം പള്ളിയിൽ. അപ്പോൾ VBS കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നല്ലായിരുന്നു, സാർ അങ്ങനെ ചെയ്തു, സാറിൻ്റെ പാട്ടിങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇങ്ങനെ നമ്മളെ പൊക്കിയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ സന്തോഷം, ഇച്ചിരി കുഴപ്പമില്ലല്ലോ, ഇച്ചിരി സന്തോഷമൊക്കെ മനസ്സിലുണ്ടേ. അങ്ങനെ ഞാനിരിക്കുമ്പം എൻ്റെ പേര് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ ടീച്ചേഴ്സ് എല്ലാം ഒരാടെയും കൂടെ പേര് പറഞ്ഞേ. സാർ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ആ പൊന്നു അങ്ങനെ ചെയ്തു, പൊന്നു ആൻറ്റി അങ്ങനെ ചെയ്തു, പൊന്നു ആൻറ്റി ഇങ്ങനെ ചെയ്തു എന്ന് ഒരു ആൻറ്റിയെക്കുറിച്ചും പറയും. അപ്പോൾ ഈ ആൻറ്റി എനിക്ക് അത്രയും കൊണ്ട് വലിയ പരിചയം അത്യാവശ്യം ഉണ്ടെങ്കിലും വലിയ പരിചയം കൊണ്ടായിട്ടില്ല. എന്തായാലും ഞാനത് കഴിഞ്ഞ് എഴുന്നേറ്റ് താങ്ക് യു ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ആൻറ്റി എഴുന്നേറ്റ് പറഞ്ഞൊരു വാചകം എൻ്റെ ജീവിതത്തിൽ കേട്ട നല്ലൊരു സുവിശേഷ പ്രസംഗമാണ്. ആൻറ്റി പറഞ്ഞു, ഞാൻ ഒരു കഴുതയാണ്, കർത്താവിനൊരു കഴുതയാണ്, ഏതാണ്ടൊക്കെ കർത്താവ് ചെയ്തു, കഴുതയ്ക്ക് എന്തോ ഗമ, കഴുതയ്ക്ക് എന്തോ പറയാം. 4 പ്രാവശ്യം പുള്ളിക്കാരി പറയുന്നു, ഞാനൊരു കഴുതയാണ്. ഈ പ്രസ്ഥാനം മുഴുവൻ നയിച്ച സ്ത്രീ പറയുകയാണ്, ഞാനൊരു കഴുതയാണ്. നമ്മളൊക്കെ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തേച്ച് അങ്ങോട്ട് പോകുന്ന പോക്ക് കണ്ടാൽ ഞാനൊരു കുതിരയാണെന്നല്ല, ഞാനൊരു മുറ്റുകുതിരയാണ്. മുട്ടുകുത്തി, ദൈവം മുമ്പാകെ മുട്ടുകുത്തിയ വീടുകളിൽ നിന്നാണ് അനേകം നല്ല തലമുറകൾ ഉണ്ടായത്. മുട്ടുകുത്തി പ്രാർത്ഥിച്ച വീടുകളിലാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ പറയാൻ. ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്തു നിന്ന് എനിക്കൊരു ഫോൺ കോൾ, 20 വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന ഒരു പള്ളിയിൽ നിന്നാണ്. ആ പയ്യൻ JNU PhD കഴിഞ്ഞ് അമേരിക്കയിൽ ജോലി ചെയ്തിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നൊരു ജോലി ചെയ്യുന്നു. വളരെ നാളുകൾക്ക് ശേഷമുള്ള സംഭാഷണം. ആ സംഭാഷണം അവസാനിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, പപ്പായുടെ വിവരം? അപ്പം എന്നോട് ഞാൻ ചോദിച്ചു, അച്ഛൻ അറിഞ്ഞില്ലേ പപ്പ പോയി? ഞാൻ പറഞ്ഞു, സോറി അറിഞ്ഞില്ല, പക്ഷേ സന്തോഷമുണ്ട് അച്ചു. എന്നുവെച്ചാൽ എന്താണ് സന്തോഷം? പപ്പ എങ്ങനെയാണ് പോയെന്ന് അച്ഛൻ അറിയാമോ? ഇല്ല. ഞങ്ങൾ പുറത്താണെന്ന് അച്ഛൻ അറിയാം. ഞങ്ങളുടെ പപ്പ രാവിലെ എന്നും എഴുന്നേറ്റ് ഉണർന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പപ്പ പ്രാർത്ഥിച്ച് മുട്ടുകുത്തിയിരിക്കുമ്പോഴാണ് മരിച്ചത്. ഈ കൊച്ചുങ്ങളൊന്നും മോശമാവത്തില്ല. മോശമാവുമോ? മുട്ടുകുത്തിയ ഒരു തലമുറയ്ക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് ഈ കാണുന്നതെല്ലാം.
ഇപ്പോൾ ആ തലമുറ മറ്റുള്ളവരെ മുട്ടുകുത്തിക്കാൻ നടക്കുകയാണ്. അവൻ മുട്ടുകുത്തി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. നീ രാജാവാണ്, ഞാൻ ദാസനാണ്, നീ എനിക്ക് മതിയായവനാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണ് വന്നതെങ്കിലും നിങ്ങൾ മുട്ടുകുത്തുക, അവൻ്റെ സന്നിധി കൊടുക്കുക, അവൻ പരിഹരിക്കും. ജീവിതാനുഭവങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മതിയായതാണ്. അവൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് മാത്രമല്ല, അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു, കരുണ തോന്നണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ് അവൻ അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ദൈവസന്നിധിയിൽ നമ്മുടെ അപേക്ഷകളെ അർപ്പിക്കുന്ന സമയമാണ്. യേശുവിലുള്ള വിശ്വാസം, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകയാൽ എനിക്ക് ശുദ്ധി വരുത്തുവാൻ അവൻ മതിയാവനാണെന്ന് ഉറപ്പോടെ അവനോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ഉപേക്ഷിപ്പാൻ യേശുവിന് കഴിയുകയില്ല. ഒരു വശത്ത് ഞാൻ പറഞ്ഞു, യേശു തേടിയെത്തുന്ന ദൈവം, യേശു മനസ്സലിവുള്ള ദൈവം, യേശു സ്പർശിക്കുന്ന ദൈവം, യേശു ശാസിക്കുന്ന ദൈവം, യേശു മഹാപുരോഹിതനായ ദൈവം. എന്നാൽ സൗഖ്യം പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? അത് ഏറ്റെടുക്കുന്ന ഒരു വിശ്വാസി ഉള്ളപ്പോഴാണ്. ശരിയല്ലേ? ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച എത്രയോ പേര് നല്ല മിടുക്കന്മാരായി, ഞങ്ങളൊക്കെ ഇങ്ങനെ. ശരിയല്ലേ? നമ്മുടെ അതേ ബെഞ്ചിൽ നീ ഇത് ഏറ്റെടുക്കണം. എല്ലാ ഞായറാഴ്ചയിലും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നുണ്ട്, അത് ഏറ്റെടുക്കണം. എല്ലാ ഞായറാഴ്ചയിലും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നുണ്ട്, അത് ഏറ്റെടുക്കണം. നമ്മുടെ എല്ലാം വീട്ടിൽ വേദപുസ്തകം ഉണ്ടില്ലേ? ഞാൻ ഈയിടെ ഞെട്ടിപ്പോയൊരു കാര്യം പറയാം കേട്ടോ, സൂക്ഷിച്ചോണേ, പറയാൻ പോവാണ്. ഞാനൊരു സ്ഥലത്ത് ചെല്ലുന്നു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലിരുന്ന ഒരാളങ്ങ് ഉറങ്ങുകയാണ്, ഒന്നാമത്തെ സീറ്റിൽ. സാറ് പുറയിലെങ്ങാണുവാണെങ്കിൽ നമുക്കങ്ങ് സങ്കടം കുറയ്ക്കാം. ഫ്രണ്ടിലിരുന്നങ്ങ് ഉറങ്ങും, നമുക്കങ്ങ് വിഷമം വന്നു. ചിലപ്പം വയ്യാത്തതുകൊണ്ടായിരിക്കാം, എന്തായാലും. എങ്ങാലും അദ്ദേഹത്തെ നോക്കാതെ ഞാൻ ബാക്കിയുള്ളവരെ നോക്കി അങ്ങ് പ്രസംഗിച്ചു. എന്നാലും മനുഷ്യനല്ലേ, ഇടയ്ക്കിടയ്ക്ക് നോക്കി. പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നാൽ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ചോ നമസ്തേ. ഞാനും പറഞ്ഞു നമസ്തേ അച്ഛാ, എനിക്ക് കുറേ കാര്യങ്ങൾ ഇന്ന് മനസ്സിലായി, സന്തോഷം. ഞാൻ പറഞ്ഞു താങ്ക് യു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറ്റൊരു പാരമ്പര്യത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ? ഞാൻ ഡ്രൈവറാച്ചാ, ഇദ്ദേഹത്തിന് എല്ലായിടത്തും മുന്നേ പോയി ഇരിക്കണം, അവിടെ പോയിരുന്ന് ഇത് തന്നെ മിക്കവാറും. പക്ഷേ എനിക്ക് സന്തോഷമാണ്, കാരണം ഞാനിപ്പോൾ വേദപുസ്തകം പഠിക്കാൻ തുടങ്ങി, എൻ്റെ മക്കളും ഇത് പഠിക്കാനായിട്ട് തുടങ്ങി. പഞ്ചാബിൽ ധാരാളം സ്ഥലങ്ങളിൽ ക്രിസ്തീയ വേല നടക്കുവാണ്. സൂക്ഷിക്കണേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സാക്ഷികൾ ഉണ്ടാവുകയാണ്. നീ ഏറ്റെടുത്താൽ, നീ സമ്മതിച്ചാൽ, നീ മുട്ടുമടക്കിയാൽ, നീ അവങ്കലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞാൽ അവൻ നിന്നെ സ്പർശിക്കും. അവൻ നിന്നെ സ്പർശിച്ചു കഴിയുമ്പോൾ നന്ദി പറയാൻ മറന്നു പോകരുത്. 17-ാമത്തെ അധ്യായം ലൂക്കോസിന് സുവിശേഷം വായിക്കുമ്പോൾ മനോഹരമാണ് അല്ലേ? 10 പേർക്ക് സൗഖ്യമായി, ഒരാൾ മടങ്ങി. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? 10 പേർക്ക് സൗഖ്യം മാത്രം മതിയായിരുന്നു, 9 പേർക്ക് സൗഖ്യം മാത്രം മതിയായിരുന്നു, ഒരാൾക്ക് കർത്താവിനെ ആയിരുന്നു വേണ്ടത്. സൗഖ്യവും സന്തോഷവും സമാധാനവും ദൈവം തരുമ്പോൾ അവിടെ നിന്ന് പോകരുത്, അവിടെ നിന്ന് സുവിശേഷത്തിലേക്ക് സഞ്ചരിക്കണം. 9 പേർക്ക് സൗഖ്യം കിട്ടി, ആ വഴിക്ക് അങ്ങ് പോയി. നിങ്ങൾക്കറിയാമല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 5000-ഓളം പേര് ഭക്ഷണമൊക്കെ കഴിച്ചു. അവരെല്ലാം ആ വഴിക്ക് അങ്ങ്, അത്ഭുതങ്ങൾ നടക്കാത്ത കൊണ്ടല്ല, അടയാളങ്ങൾ ലഭിക്കാത്ത കൊണ്ടല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും എത്ര ലഭിച്ചാലും കർത്താവിലോട്ട് മടങ്ങി വരണമെന്ന് നിർബന്ധമില്ല. ഒരാൾ മാത്രമേ ഉള്ളൂ, അവനാണ് സൗഖ്യം പൂർത്തിയായത്. അവനെ നോക്കിയിട്ടാണ് പറഞ്ഞത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ
ഞാനും നിങ്ങളും ഈ നോമ്പ് കാലത്തൂടെ കടന്നു പോകുമ്പോൾ നന്ദി നന്ദി ദൈവമേ, അല്ലേ? നന്ദി പറയാൻ എത്ര ഉണ്ട്. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വിടുതൽ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തോ ചെയ്യണം? ദൈവമേ നിനക്ക് സ്തോത്രം. കാരണം ഇന്ന് ഞാൻ പെട്ടിയിലല്ല, കട്ടിലേലാണ്. ശരിയല്ലേ? ഏറ്റവും വലിയ ദാനം ഒരു ദിവസമാണ്. സത്യമല്ലേ? അല്ലേ? അത് ഓർക്കണേ. ഒരു ദിവസം കൂടെ ആരോഗ്യം കിട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം കൂടെ എനിക്ക് തന്ന ദൈവത്തിന്. അങ്ങനെ സ്തോത്രം പറഞ്ഞാൽ തന്നെ പകുതി അസുഖം മാറും. നിങ്ങൾക്കറിയാമോ? പകുതി നന്ദി പറഞ്ഞാൽ തന്നെ പകുതി അസുഖം മാറും. എനിക്ക് നന്ദി എങ്ങനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരമ്മച്ചിയെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, എങ്കിലും ഒന്നുകൂടെ കേൾക്കുക. ചില പള്ളികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പള്ളിയിൽ പോയി കുർബാന ചൊല്ലി. ഫ്രണ്ടിലിരിക്കുന്നൊരു അമ്മച്ചി അതീവ ശ്രദ്ധ. കൈ ഇങ്ങനെ പൊക്കിയ ഉടനെ അമ്മച്ചി കുരിശ് വരയ്ക്കും. ചിലരാണെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞേ വരയ്ക്കത്തുള്ളൂ. ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഏതാണ്ട് വളരെ ശ്രദ്ധയോടെ അമ്മച്ചി നിൽക്കുന്നു. എല്ലാം വളരെ ശ്രദ്ധയോടെ, ഭയങ്കര ശ്രദ്ധ. പ്രസംഗം എല്ലാം കഴിഞ്ഞ്, കുർബാനയെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി അമ്മച്ചിയുടെ കയ്യെ പിടിച്ചു. ഞാൻ ചോദിച്ചു നാട്ടിലെവിടാ? അമ്മച്ചി ചിരിച്ചു. അപ്പോൾ ഇത് കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ്. ഞാൻ ചോദിച്ചു നാട്ടിൽ കേരളത്തിലെവിടാ? അമ്മച്ചി പിന്നെയും ചിരിച്ചു. മൂന്നാമത് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒരാൾ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് അങ്ങനെ ചെവിക്ക് നല്ല കേൾവി ഇല്ല. ചെവി കേൾക്കാത്ത അമ്മച്ചി സ്ഥിരമായി പള്ളിയിൽ വരും. അപ്പോൾ ഈ അമ്മച്ചിയെ കാണാൻ എനിക്കൊരാഗ്രഹം. ഞാൻ അമ്മച്ചിയെ കാണാൻ അമ്മച്ചിയുടെ വീട്ടിൽ പോയി. എന്നിട്ട് അമ്മച്ചിയോട് ഞാൻ എഴുതി ചോദിച്ചു. ഇന്നത്തെയൊക്കെ ഒരു വിവരമില്ലായ്മയെ ഞാനങ്ങ് ചോദിച്ചതാണ്. ഇപ്പോഴും വിവരമില്ല, എന്നാലും നിങ്ങളെന്നോട് ക്ഷമിക്കണം. ചോദിച്ചത് ഇതാണേ, അത് എഴുതിയെടുക്കുവാണോ? ഞാനിങ്ങനെ ചോദിച്ചു അമ്മച്ചിയോട്, ചെവി കേൾക്കാത്തതിൽ ദുഃഖമുണ്ടോ? എൻ്റെ വെളിവില്ലായ്മ ഓർത്തോണം. ചെവി കേൾക്കാത്തതിൽ ദുഃഖമുണ്ടോ? അമ്മച്ചി മിടുക്കിയായതുകൊണ്ട് അമ്മച്ചി ഒരു മറുപടി എഴുതി, കണ്ണിന് കാഴ്ച തന്ന ദൈവത്തിന് സ്തോത്രം. ഓടാ മണ്ടാന്നാ പറഞ്ഞില്ലേ? എന്നെ വിളിച്ചപ്പോൾ സന്തോഷമായി. അമ്മച്ചി എന്നെ പഠിപ്പിക്കുകയാണ്. ദുഃഖിക്കാനും പരാതി പറയാനും പഴി പറയാനുമുള്ള കാരണം അന്വേഷിക്കുകയല്ലോ വിശ്വാസം. സ്തോത്രം പറയാനും നന്ദി പറയാനും സ്തുതി പറയാനും ദൈവത്തെ ഉയർത്താനും ഉള്ള അന്വേഷണമാണ് സുവിശേഷം. അപ്പോൾ പകുതി സൗഖ്യം വരും, അല്ലേ? അവസാനിപ്പിക്കട്ടെ. ഈ നോമ്പുകാലം ഏറ്റവും പാവനമാണ്. ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹമാണ്. 5 സൗഖ്യങ്ങളിൽ ആദ്യത്തേത് കുഷ്ഠരോഗിയുടെ സൗഖ്യം. തേടിയെത്തുന്ന യേശു എന്നെയും നിങ്ങളെയും തേടിയെത്തുന്നു. ആര് തള്ളിക്കളഞ്ഞാലും, ആര് മറന്നുപോയാലും മറന്നുപോകാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. സ്തോത്രം. അവൻ മനസ്സലിവുള്ള കർത്താവാണ്. അവൻ ആർദ്രതയുള്ള കർത്താവാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ കണ്ട് മനസ്സലിഞ്ഞ് നമ്മളെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നൊരു കർത്താവാണ്. അവൻ സ്പർശിക്കുന്ന കർത്താവാണ്. എന്നെയും നിങ്ങളെയും സ്പർശിക്കുന്ന യേശു കർത്താവാണ് അവൻ. എന്നു മാത്രമല്ല, അവൻ ചില ശാസനകൾ നൽകുന്നവനും അവൻ മഹാപുരോഹിതനുമാണ്. പാപമൊഴികെ സകലത്തിലും നമ്മോട് സമനായി തീർന്ന് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കണം. ഈ കുഷ്ഠരോഗിക്ക് സൗഖ്യമായത് എന്തുകൊണ്ടാണ്? ഈ കർത്താവിൽ അവൻ വിശ്വസിച്ചു. അവൻ അവനെക്കുറിച്ച് പറഞ്ഞതോ നാട്ടുകാരവനെക്കുറിച്ച് പറഞ്ഞതോ വീട്ടുകാർ പറഞ്ഞതോ ഒന്നുമല്ല അവൻ വിശ്വസിച്ചത്. അവൻ ദൈവത്തിലാണ് വിശ്വസിച്ചത്. ഒരുപക്ഷെ സമൂഹത്തിലുള്ള അവിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ വഴിയായിരിക്കാം, അല്ലേ? എല്ലാവരും നമ്മളെക്കുറിച്ച് പറഞ്ഞ പോലല്ല ദൈവം നമ്മളെക്കുറിച്ച് പറയാം. എന്നു മാത്രമല്ല, അവൻ യേശുവിൻ്റെ മുമ്പാകെ മുട്ടുകുത്തി. ദൈവം മുമ്പാകെ നീ രാജാവാണ്, ഞാൻ ദാസനാണെന്ന് സമ്മതിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാണ്. പലപ്പോഴെങ്കിലും നമുക്ക് ചില അനുഗ്രഹങ്ങളൊക്കെ ദൈവം തന്നു കഴിയുമ്പോൾ അതൊക്കെ നമ്മുടെ രാജാക്കന്മാരായിട്ട് തീരും. ശരിയല്ലേ? നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ ദയയുണ്ടായി കഴിഞ്ഞ തലമുറ മുട്ടുകുത്തിയതിനാൽ ഈ തലമുറയ്ക്ക് ദൈവം തന്നേക്കുന്ന ചില നന്മകൾ അതൊക്കെ നമ്മുടെ രാജാക്കന്മാരായിട്ട് തീരാം. സൂക്ഷിക്കണേ. ഞാനും നിങ്ങളും സൂക്ഷിക്കണേ. ദൈവം മുമ്പാകെ മുട്ടുമടക്കുമ്പോൾ അവൻ നിങ്ങളെ നടത്തും. നീലിംഗ് ഇസ് എ ഹീലിംഗ്. നീലിംഗ് ഇസ് എ ഹീലിംഗ്. അവൻ കർത്താവിനോട് തൻ്റെ അപേക്ഷ കൊള്ളുന്നു. യേശു അവനെ സ്പർശിക്കുന്നു, അവൻ്റെ യാചന കേൾക്കുന്നു.
അവൻ്റെ യാചന കേട്ട് അവനെ സൗഖ്യമാക്കിയപ്പോൾ അവൻ നന്ദി പറയാൻ വരുന്നു. നന്ദി പറയുക എന്ന് പറഞ്ഞാൽ കർത്താവിങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. സൗഖ്യത്തിനപ്പുറം കർത്താവിലേക്ക് വരുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ജീവിതത്തിൽ തരുമ്പോൾ അവയല്ല, അവയ്ക്കപ്പുറത്തുള്ള ക്രിസ്തുവിനെയാണ് ആരാധിക്കേണ്ടത്. ആ കർത്താവിനെ ഉയർത്താൻ നമ്മളെ സഹായിക്കട്ടെ. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ദൈവനാമത്തിൽ ഒരു കാര്യം പറയട്ടെ. ഈ വചനം, ഇതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. അവൻ നമുക്ക് ആലോചനകൾ പറഞ്ഞു തരും. ഈ നോമ്പുകാലം അങ്ങനെ പ്രാർത്ഥനയോടെ ശാന്തതയോടെ നമുക്കെല്ലാവർക്കും സൗഖ്യം ലഭിക്കാം. വി ആർ ഓൾ ലെപ്പേഴ്സ്, വി നീഡ് ഹീലിംഗ്. നാം എല്ലാവരും കുഷ്ഠരോഗികളാണ്. നമുക്ക് സൗഖ്യം ആവശ്യമുണ്ട്.